എന്താണ് തൈറോയിഡിൻ്റെ ഇഷ്യൂസ്, എങ്ങനെയാണ് ഈ തൈറോയിഡ് ഗ്ലാൻഡ് വർക്ക് ചെയ്യണത് എന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം. തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിൽ ഒരു ചെറിയ ബട്ടർഫ്ലൈ ഷേപ്പിൽ, ഈ ആഡംസ് ആപ്പിൾ എന്ന് നമ്മൾ പറയില്ല, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ചെറിയൊരു ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള ഒരു ഗ്ലാൻഡാണ് തൈറോയിഡ് ഗ്ലാൻഡ്. അത് വളരെ ചെറിയൊരു ഗ്ലാൻഡ് ആണെങ്കിൽ പോലും അതിൻ്റെ റോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾസ് ആണ് അത് ചെയ്യുന്നത്. ശരീരത്തിലെ ടെമ്പറേച്ചർ റെഗുലേഷൻ, കാൽഷ്യം അബ്സോർപ്ഷൻ, അതേപോലെ ലേഡീസിന് പീരിയഡ്സ് നോർമൽ ആക്കാൻ, മസിൽ സ്ട്രെങ്ത്, ഹാർട്ട് ഹെൽത്ത്, അതേപോലെ ഗ്രോത്ത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾക്ക് ഈ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഫംഗ്ഷനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ശരീരം എങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ളത് കൺട്രോൾ ചെയ്യണത് തന്നെ തൈറോയിഡ് ഗ്ലാൻഡാണ്. ആണ് പെണ്ണ് വ്യത്യാസമില്ലാണ്ട് തന്നെ എല്ലാവർക്കും തൈറോയിഡ് ഇഷ്യൂസ് കാണുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. ഇത് ശരിക്കും ഒരു ഓഫീസിലെ ഒരു മാനേജർ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് കൺട്രോൾ, എല്ലാ ജോലികളും കൃത്യമായി നടത്തി കൊണ്ടുപോകുന്ന ഒരു ഉത്തരവാദിത്തത്തിൽ ഇരിക്കുന്ന പോലെയാണ് തൈറോയിഡ് ഗ്ലാൻഡ് നമ്മുടെ ശരീരത്തിലിരിക്കുന്നത്. തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന T3യും T4 ഹോർമോണും ആണ് നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്നത്. എന്താണ് മെറ്റബോളിസം? മെറ്റബോളിസം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ എനർജി ആയിട്ട് മാറ്റുന്ന ഒരു പ്രക്രിയ. അതിനകത്ത് നിന്ന് നമുക്ക് വേണ്ട ന്യൂട്രിയൻസിനെ എടുത്ത് ടോക്സിൻസിനെ പുറത്ത് കളയണം. ആ ഒരു പ്രക്രിയയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. ഒരു സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു ആക്സിലേറ്ററും കൂടിയാണ്. ഇപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് വളരെ കുറച്ച് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൂ എന്നുണ്ടെങ്കിൽ, ഒരു കാറിന്റെ ആക്സിലേറ്റർ കുറയ്ക്കുമ്പോൾ എങ്ങനെയാണ് കാർ സ്ലോ ഡൗൺ ആവുന്ന പോലെ തന്നെ ശരീരത്തിലെ മെറ്റബോളിസം അല്ലെങ്കിൽ ഫംഗ്ഷനിങ്ങിനകത്ത് കുറേയധികം സ്ലോനെസ് വരുന്നു. കൂടുതൽ ഹോർമോൺസിനെ റിലീസ് ചെയ്യുകയാണെങ്കിൽ ദ ബോഡി സ്പീഡ്സ് അപ്പ്. കാർ റേസിംഗിൽ അൺകൺട്രോൾ സ്പീഡിൽ കാർ പോണ പോലെ. അപ്പോൾ തൈറോയിഡ് ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ ശരീരത്തിൽ ഉണ്ടാവുന്ന സ്ലോനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലോ എനർജി ആയിരിക്കും, വെയിറ്റ് ഗെയിൻ ചെയ്യും. കാരണം നമ്മുടെ മെറ്റബോളിസം അല്ലെങ്കിൽ നമ്മുടെ ഈ നമ്മൾ ഫ്യൂവൽ കത്തുക, കലോറീസ് ബേൺ ചെയ്ത് പോകുന്നത് കുറഞ്ഞു പോകുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫാറ്റ് അക്യുമുലേഷൻ കൂടുന്നു. ഹെയർ ലോസ്, ഡ്രൈ സ്കിൻ, കോൺസ്റ്റിപ്പേഷൻ, ഇറഗുലർ ആൻഡ് ഹെവി പീരിയഡ്സ്, ഡിപ്രഷൻ, കോൺസെൻട്രേഷൻ ഇല്ലാണ്ടിരിക്കുക, ജോയിന്റ് പെയിൻസ്, പിന്നെ ഭയങ്കരമായിട്ട് തണുപ്പ് ഫീൽ ചെയ്യപ്പെടും. ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. ഇനി കൂടുതൽ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റുള്ള സിംറ്റംസ് ആണ് അതിനകത്ത് കാണിക്കുന്നത്. വെയിറ്റ് ലോസ് ആണ് അതിനകത്ത്. കാരണം കൂടുതൽ എനർജി ബേൺ ഔട്ട് ആയിട്ട് പോകുന്നു. കൂടുതൽ അൺഎക്സ്പെക്ടഡ് വെയിറ്റ് ലോസ് വരിക, ഈവൻ ആഫ്റ്റർ ഹാവിങ് ഇനഫ് ഫുഡ്. എപ്പോഴും ചൂട് ഫീൽ ചെയ്യുക, ആങ്സൈറ്റി, റെസ്റ്റ്ലെസ്നെസ്, ഇറിറ്റബിലിറ്റി, ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും എപ്പോഴും, ട്രെംബ്ലിംഗ് ഹാൻഡ്, ഫാസ്റ്റ് ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ്, വളരെ കുറവും അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് പീരിയഡ്സ്, എപ്പോഴും നേരത്തെ മറ്റതിന് കോൺസ്റ്റിപ്പേഷൻ ആണെങ്കിൽ ഇവിടെ എപ്പോഴും ബവൽ മൂവ്മെന്റ് കൂടുതലായിരിക്കും. ഇതാണ് ഹൈപ്പർ തൈറോയിഡിസം. എന്തുകൊണ്ട് ഈ തൈറോയിഡ് ഗ്ലാൻഡ് ഇങ്ങനത്തെ ഇഷ്യൂസ് കാണിക്കുന്നു? തൈറോയിഡ് ഹോർമോൺ ശരിക്കും നമ്മുടെ ഈച്ച് ആൻഡ് എവറി സെൽ, ഓർഗാൻ, ഫ്രം ബ്രെയിൻ, ഹാർട്ട്, സ്കിൻ, മസിൽസ്, ഡൈജഷൻ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യേണ്ടത്. സോ ആൻ ഇംബാലൻസ് ഇൻ ദിസ് ഹോർമോൺ ഡിസ്റ്റർബ്സ് മൾട്ടിപ്പിൾ സിസ്റ്റംസ്. ഈ തൈറോയിഡ് എങ്ങനെ ഫംഗ്ഷൻ ചെയ്യണം എന്നൊരു കഥ പോലെ